ഇവിടെ ഹൈദി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ ആന്റി ആൽപ്സ് മൗണ്ടനിൽ താമസിക്കുന്ന മുത്തശ്ശന്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. എന്താണെന്നാൽ ഹൈദിയുടെ അമ്മയും അച്ഛനും മരണപ്പെട്ട ശേഷം ആന്റി ആയിരുന്നു അവളെ വളർത്തിയിരുന്നത്. ഇപ്പോൾ അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോവേണ്ടതിനാൽ ഹൈദിയെ മുത്തശ്ശനെ ഏൽപ്പിക്കുകയാണ്. ആരോടും അധികം അടുപ്പവും സ്നേഹവും കാണിക്കാത്ത സ്വഭാവക്കാരനായ മുത്തശ്ശൻ ഹൈദിയോടും ഇഷ്ടം കാണിക്കുന്നില്ല. എന്നാൽ ആൽപ്സ് മൗണ്ടൻസും അവിടെയുള്ള ജീവിതവും ഹൈദിക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ്. ഇതിനിടയിൽ മുത്തശ്ശനും ഹൈദിയെ ഒരുപാട് സ്നേഹിക്കാനും ആരംഭിക്കുന്നു. എന്നാൽ ഒരു ദിവസം മടങ്ങി വന്ന ആന്റി ഹൈദിയെ അവിടെ നിന്നും കള്ളം പറഞ്ഞുകൊണ്ട് പോവുകയും പട്ടണത്തിലെ ഒരു പണക്കാരനെ വിൽക്കുകയും ചെയ്യുന്നു. ആ പണക്കാരന്റെ നടക്കാൻ സാധിക്കാത്ത മകൾ ക്ലാരയെ നോക്കാൻ വേണ്ടിയായിരുന്നു ഹൈദിയെ അവർ വാങ്ങിയത്. അങ്ങനെ ഹൈദിയും ക്ലാരയും പെട്ടെന്ന് തന്നെ വലിയ സുഹൃത്തുക്കളായി മാറുകയാണ്. എന്നാൽ ഹൈദി അപ്പോഴും തന്റെ മുത്തശ്ശന്റെ വീടും ഗ്രാമവും ആൽപ്സ് പർവ്വത നിരകളും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലാരയുടെ സഹായത്തോടെ ഹൈദി വീണ്ടും മുത്തശ്ശന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇരുവരും വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഒരു ദിവസം അവിടെ അവരോടൊപ്പം താമസിക്കുന്ന ക്ലാര ഒരു ചിത്രശലഭത്തെ പിന്തുടരുന്നതും എണീറ്റ് നടക്കാൻ ആരംഭിക്കുകയാണ്. തന്റെ മകൾ ആരുടെയും ആശ്രയമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന കാണുന്ന ക്ലാരയുടെ മാതാപിതാക്കളും ഒരുപാട് സന്തോഷിക്കുന്നു.